അത് രാഗം മാറുന്നുണ്ട്. മറ്റേത് ഷഹാനേന്ന് പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്ന് പറയുമ്പം അതിൽ ഇത് ദേവഗാന്ധാരി വരും രാഗം. അപ്പോൾ ദാസേട്ടൻ അങ്ങനെ എന്തിനാ മാറുന്നു മോനെ, ഇതന്നെ പാടിയാൽ പറയും. ഇയാൾ വിട്ടില്ല, ഇയാൾ ഉപയോഗിച്ചില്ല പാട്ട്. ദാസേട്ടൻ പാടിയിട്ട് പോലും ആ പാട്ട് ഉപയോഗിച്ചില്ല. ഇവിടെ മാത്രം പാട്ട് ഉപയോഗിച്ചില്ല. അവിടെ ഞാൻ പറഞ്ഞ പോലെ പാടിയില്ല. പുള്ളിക്ക് അതെല്ലാം ഇതാണ്, അനങ്ങിയാൽ മാറും, വിടില്ല. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലേ? പാടിയിട്ടായി ദാസേട്ടൻ പാടിയോണ്ട് അത് ക്ലിക്കായിരുന്നു കുറച്ചുകൂടി. പക്ഷേ ഇവൾക്ക് ഭയങ്കര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര ജീവിതമായി. ആ മോള് അവൾ ജീവിതം മുഴുവൻ അവൾ ആഘോഷിച്ചു. ഈ ഒറ്റ പാട്ടുകൊണ്ട് അവൾക്ക് എത്രയോ കച്ചേരികൾ കിട്ടി. സിനിമ പാട്ടുകാരി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ പാട്ടുകാരിയല്ലേ, അതാണ് ചില ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പാട്ടായിരുന്നു, അസ്വതി പാട്ട്. അത് ശരിക്കും ആദ്യം അതിന് വേറൊരു പാട്ടായിരുന്നു, ഒരു ട്യൂണായിരുന്നു. ട്യൂൺ പാട്ടൊക്കെ വേറെയായിരുന്നു. ഉച്ച വരെ ഞങ്ങൾ റെക്കോർഡിങ്ങിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ജയൻ സമ്മതിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് വന്നു. വന്നപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് പൂർണ്ണമായിട്ട് ഇഷ്ടമാണോ, നമുക്ക് മാറ്റണോ? ശരി, നമുക്കത് മാറ്റി നോക്കാമല്ലോ. ഓക്കെ, അതാ നോക്കാം. ഞാനിവിടെ വന്ന് ഹാർമോണി വെച്ചിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. അതാണിത്. അതെ, മാറ്റി നന്നായി തോന്നി. അതാണ്, ഉള്ളിലൊരു സംശയം ഉണ്ടെങ്കിൽ കാരണം ഉണ്ടാവും. ആ സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും പാട്ട് നമ്മൾ അപ്പം നിർത്തുന്നത് നല്ലത്. അതിന് കാരണം ഉണ്ടാവും. ഇപ്പം എൻ്റെ മനസ്സിൽ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും കാരണം പറയാം. ഉള്ളിൽ ഫുള്ള് മാറ്റി, ചില മാറ്റങ്ങൾ അങ്ങനെയാണല്ലേ. അതെ, ഫുള്ള് മാറ്റി. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒറിജിനൽ വോയിസ് ഉപയോഗിച്ചു. ഈ അതിലത് വ്യത്യാസം അതാണ്. വണ്ണാന്മാരുടെ തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ ശബ്ദം അതേപോലെ ഉപയോഗിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കതിവനൂർ വീരനെ, ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ആദ്യവും അവസാനവും ഇടയിലും ഒക്കെ അവർ ഒറിജിനൽ തോറ്റം ഉപയോഗിച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു. അല്ല, ഇവിടെ കൊണ്ടുവന്ന് ഊട്ടി കൊണ്ടുവന്ന് പാടി. ഇവിടെ തന്നെ എൻ്റെ സ്റ്റുഡിയോ, എൻ്റെ മോളിൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഈ വീട്ടിൻ്റെ. അന്ന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് പാടിച്ചു. അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷം പൈസയൊക്കെ കൊടുത്ത് ഹാപ്പി ആയി അവർ. അല്ലെങ്കിൽ അവർ പുറത്ത് പോകില്ല. ഇല്ലത്താണ് വരാൻ തോന്നുന്നു, നേരെ ഇവിടെ വന്നത്. ഇവിടെ ഇല്ലല്ലേ അവർക്ക്. ഈ ജയരാജന്റെ കൂടെ ചെയ്തതിൽ ജാസി ഗിഫ്റ്റിന്റെ ലജ്ജാവതി വരുമ്പോ വേറെ ഈ ഗണത്തിൽ നിന്ന് നമ്മൾ വേറൊരു സംഭവമായി മാറി. ലജ്ജാവതി ഒരു തരംഗമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് കിട്ടിയത് ഇപ്പൊ ദാസാറിന്റെ ശബ്ദത്തിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്തത് ലജ്ജാവതി പറഞ്ഞപ്പോഴാണ്. പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ടെന്നുള്ള അർത്ഥത്തില് പിന്നെ ഭയങ്കര തരംഗമായിരുന്നല്ലോ പാട്ട്. അപ്പൊ പാട്ട് വെച്ച് തന്നെ ആ സിനിമ സൂപ്പർ ഹിറ്റായി. ആ പാട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കാൻ പരിപാടി എനിക്ക്. നമ്മളെ അഡ്നാൻ സ്വാമിയെ കൊണ്ട് അതൊന്നും വേണ്ട. അവിടെ തൻ്റെ വോയിസ് തന്നെ മതി. അയാളെ കണ്ടെത്തിയെന്നറിയാം. ഞാനും ജയരാജനും കൂടി ഇപ്പം ഈയിടെ എന്തോ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹോട്ടലില്ല, മറ്റേ സൗത്ത് പാർക്ക് തിരുവനന്തപുരത്ത്. സൗത്ത് പാർക്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ അവിടെ പാർക്കിൽ പാടുന്ന ഒരാളായിരുന്നു. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ സുഖമായിട്ട് പാടുന്നുണ്ട്. ബാറിലൊക്കെ പാടുന്ന ഒരു ഞാൻ നേരെ അടുത്തേക്ക് പോയി അയാളോട് കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോൻ അസ്വദിയ പാടുന്നുണ്ട്, അത്ര പാട്ടാന്ന്. അയാൾ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അംഗീകരിക്കപ്പെട്ടത് ഞാൻ അന്നാന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ജയരാജനോട് പറഞ്ഞു, അതിനു മുമ്പേ ഇയാളെ പാട്ട് കേട്ടിട്ടുണ്ട്. ജയരാജ് തീരുമാനിച്ചിരുന്നു. ഇത് ഞാനിവിടെ പറഞ്ഞപ്പോൾ ഓക്കെ പെട്ടെന്ന് എഴുതിയത്. ഒരു ദിവസം 4 മണിക്കാണ് ഞാനവിടെ എത്തുന്നത് എറണാകുളത്ത്. അതിന് വേറൊരു കാര്യമുണ്ട്, ഈ ജാസിക്ക് എല്ലാ ശബ്ദങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അയാളുടെ നാക്കിൽ വരുന്ന സംഭവം അങ്ങനെയുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം എഴുതാൻ. ലജ്ജാവതിയെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇതായിട്ട് വ്യാകരണക്കാരൻ വഴി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ലക്ഷ്മിക്കുട്ടിയെന്ന് പറയാം, സ്വാമിയെ എന്ന് പറയാം. പിന്നെ എന്താ ലജ്ജാവതിയെ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അല്ല ലക്ഷ്മിക്കുട്ടിയെ ഉണ്ണിയേ കുട്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ, അവനെ കുട്ടാന്ന് പറഞ്ഞാൽ പറയാം. എല്ലായ്പ്പോഴും എങ്ങനെ വേണമെന്ന് അങ്ങനെ ശരി കുട്ടോ എന്ന് വിളിക്കും, കുട്ടിയെ വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ മതി. ഈ രതിസുഖസാരമായി പാട്ടിനകത്ത് കലാകാരൻ കലാകാരൻ എന്നേ ഉള്ളൂ, കലാകാരൻ എന്നില്ല. അപ്പൊ അത് അത്തരത്തിലുള്ള ചിലതൊക്കെ അനുവദിക്കാം. അതെ, പിന്നെ ഇതിലിപ്പോ ഒന്നുമില്ല. ലജ്ജാവതിയെ എന്ന് പറഞ്ഞ ഒരു രസമാണ്. അത്രേ ഉള്ളൂ, അത്രേ വിചാരിക്കണ്ടു. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായില്ലേ. അയാൾ പറയാ 3-4 ഭാഷയിൽ ചെയ്തു, അതിലൊന്നും ഈ വാക്ക് കിട്ടിയില്ല. ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു അവരത്. വേറെ വഴിയില്ല. തെലുങ്കിലും കന്നഡയിലൊക്കെ ലജ്ജാവതി തന്നെ ഉപയോഗിച്ചു. ഇപ്പോഴങ്ങനെ ചെയ്യാറുണ്ട് പാട്ടുകൾ.
മലയാളം ആണെങ്കിൽ മലയാളം തന്നെ അതെ അത് മൊത്തത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ വെറുതെ തലമണ്ണാക്കിയിട്ട് കാര്യത്തില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ ചെയ്തു, എല്ലാം സൂപ്പർ ഹിറ്റാ. അതിൽ ഈ താഴം പൂവോ താമര താഴോ അത് അയാളുടെ വോയിസ് കേൾക്കാൻ അതാണ് അയാൾക്ക് പറ്റുന്ന ഭാഷയാക്കി ഞാൻ. പുള്ളിക്ക് പാടാൻ പറ്റുന്നത് ഞാൻ കൊടുത്തുള്ളൂ. ഞാനത് പറഞ്ഞു, ബാക്കി ചിലതൊന്നും പറ്റില്ല നാക്കില്. ഇപ്പോൾ സാധാരണ നാട്ടുകാരനാണ് അയാൾ, കാട്ടാക്കടയുള്ള ഒരാളാണ്. കൊണ്ണിക്കാരെന്ന് പറയല്ലേ, അതുപോലുള്ള ഒരാളാണ്. അവിടെ ഭയങ്കര ശുദ്ധനായിട്ട മനുഷ്യനാണ്, നല്ല ആളാണ്. ഇവിടെ വന്നിട്ട് അന്ന് ആദ്യം വരുമ്പോൾ ആർക്കും അറിയില്ല. പിന്നെ ഞാൻ ഏതോ ഒരു ദിക്കിലെ വേണ്ടി ഒരു പിന്നെ ഭക്തിഗാനങ്ങൾ ചെയ്യാൻ വേണ്ടി 8 പാട്ടാവൻ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്തു. അന്ന് ഇവിടെ തന്നെ റെക്കോർഡും ചെയ്തു. അപ്പോഴൊന്നും ഒരു മനുഷ്യനെ അറിയില്ല. ഈ പാട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ഈ മതിലൊക്കെ പൊളിയുന്ന ആൾക്കാരാണ്, അതിൽ പൊളിയുന്ന ആൾക്കാരാണ്. കോഴിക്കോട്ട് പിന്നെ ഷാരൂഖ് ഖാൻ വന്നിട്ടുള്ള ഒരു പരിപാടിക്ക് ജാസി വന്നപ്പോൾ ഷാരൂഖ് ഖാനൊക്കെ ആൾക്കാർ തട്ടി, ജാസിക്കാന്ന്. അങ്ങനെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഗാനമേളയ്ക്കൊന്ന് പോയാൽ ഡാൻസ് കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ ജാസിയുടെ ഗാനമേള വിതിരയിൽ നടന്നപ്പോ ഞാൻ പോയി മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു. അതാണ് അടിപൊളിയായിരുന്നു. വേറെയുണ്ട്, ഈ പാട്ട് മാത്രമല്ല, മറ്റേ വേറൊരു പാട്ടുണ്ടായിരുന്നു, ജോത്സ്ന പാടിയ പാട്ട്, തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റ്. ഇതിന് അർത്ഥം ചോദിച്ചാൽ രക്ഷയില്ല. ചുമ്മാ 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 അതായിരുന്നു അർത്ഥം. അതാർത്ഥം, ചുമ്മാ കാറ്റ്. ലജ്ജാവതിക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് തിയേറ്ററിലെ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട്. തിയേറ്റർ അവസാനം വെറുതെ ഇട്ടത്. അതെ, പിന്നെയും സോങ് അവസാനം ഇടും. കാരണം ഞങ്ങൾക്ക് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞാനും കണ്ടത് അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇവരൊക്കെ പേടിച്ചു പോയി, ജോൺസണും രവിയേട്ടനൊക്കെ. രവിയേട്ടനൊക്കെ പറഞ്ഞു ഇതേ ആൾക്കാർ മുഴുവൻ ഇത് മാറി തുടങ്ങി, ഈ ട്രെൻഡ് മാറിയെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇതിന്റെ ആള് ഞാനാന്നുള്ളത് ഇവര് ഓർത്തില്ല. പക്ഷെ അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. ട്രെൻഡ് ഭയങ്കര മാറ്റായിരുന്നു. അതിന്റെ മുഴക്കം ഇപ്പോഴും ഉണ്ട് സാർ. അതേപോലെ ബൈ ദ പീപ്പിളില് നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ. ആ ബെല്ലേ ബെല്ലേ ജനങ്ങള് കൊടുത്തിരിക്കുക, അവർക്ക് എന്താർത്ഥം പറയാം. അങ്ങനെ ഒരു സങ്കല്പമില്ല, സങ്കല്പമില്ല. എന്തോ ഒരു സന്തോഷമുള്ള സംഭവമാണ്. നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ, ബെല്ലേ ബെല്ലേ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് കുറച്ചുകൂടി ബലം കൊടുത്തു അത്രേ ഉള്ളൂ. ബെല്ലേ ബെല്ലേ ശരിക്കും ഒരു പഞ്ചാബി സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. അതിന് ഒരു ആഹ്ലാദത്തിന്റെ ശബ്ദം അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ആർക്കും ചോദിക്കാൻ സമയം കിട്ടിയില്ല, അവര് തുള്ളിക്കൊണ്ടിരിക്കില്ല. അവർക്ക് ഇതുവരെ അതിന്റെ അർത്ഥം ചോദിച്ചിട്ടില്ല, ശാസ്ത്രമംഗലം പോലും ചോദിച്ചില്ല. ശാസ്ത്രമംഗലം തുള്ളിക്കൊണ്ടിരിക്കുക കേട്ടിട്ട്. സ്വയംവരമായി മനോഹരിയായി സാറിന് അവാർഡ് ഉണ്ടായിരുന്നില്ലേ? സ്റ്റേറ്റ് അവാർഡ് പൈതൃകത്തിന് ഉണ്ടായിരുന്നു. അതെ, അതില് വാൽക്കണ്ണ് എഴുതിയ മകരനിലാവ്, അതേപോലെ മെലഡി ഉണ്ടായിരുന്നത്. അതാണ് വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാളി. അതാ ഇല്ലത്തിന്റെ അന്തരീക്ഷം ഫുള്ള് ഇങ്ങനെ. അതിന് വേറെ രസമുണ്ടായി. ആ പാട്ടിന് എനിക്കും വെങ്കടേശനും ദാസേട്ടനും സ്റ്റേറ്റ് അവാർഡാണ്, 3 സ്റ്റേറ്റ് അവാർഡാണ് കിട്ടി. അങ്ങനെ വെണ്ണില ചന്ദ്രക്കണ്ണൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ 3 പേർക്ക് അവാർഡ് കിട്ടുന്ന. എനിക്കും മ്യൂസിക്കിനും പാടിയേക്കും. നല്ലതല്ലേ, കുറ്റമറ്റ അവാർഡ്. അതെ അതെ അതെ, അങ്ങനെയാണ് ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത്. പിന്നെ സൗഭാഗ്യത്തിലെ ഒന്നുരിയാടാൻ കൊതിയായി കാണാൻ നല്ല ഇപ്പൊ എനിക്ക് അതിന്റെ അന്നത്തെ ഷൂട്ടിങ്ങിന്റെ ഇവിടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഫോട്ടോ അയച്ചു തന്നു ഒരാൾ. അപ്പൊ എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് അറിയാവോ ഏതാ പടം? എനിക്ക് പടം ഓർമ്മയില്ല പറഞ്ഞു. സൗഭാഗ്യാണ്. ഒന്നുരിയാടാൻ കൊതിയായി കാണാൻ കൊതിയായി. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. അടിപൊളി പാട്ടാണ്, പക്ഷെ നല്ല മൂടാ, മെലഡി ഉണ്ട്. അതാണ് വെങ്കടേശന്റെ ഗുണം, മെലഡി ഉണ്ടാവും. വാത്സല്യത്തിലെ പാട്ടിന് സൂപ്പർ പാട്ടുകളായിരുന്നു. അത് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു. പിന്നെ താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തുണയായി മാറേണം, അമ്പിളി മാമൻ്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം, ആരീരം രാരീരം രാരോ. അതിൽ അലയും കാറ്റ്
അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി. അങ്ങനെ പാട്ടത് രാമായണത്തിൻ്റെ ശരിക്കും അത് എഴുതുന്നത് ഡിസംബർ 6 രാത്രി ആണ് ആ പാട്ട് എഴുതുന്നത്. നമ്മുടെ അന്നത്തെ ആ ഇത് കാണത്തില്ല, പള്ളി പൊളിച്ചുള്ള ആ അന്ന് രാത്രി. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ആ പാട്ടൊക്കെ അന്ന് എഴുതിയ ഒക്കെ എൻ്റെ മനസ്സിലെന്തോ ഉണ്ടായിരുന്നു. പടത്തിന് ഏറ്റവും യോജിച്ച പാട്ടാണ്, പക്ഷെ ആ അന്തരീക്ഷം എൻ്റെ മനസ്സിലുണ്ടാക്കിയൊരു സംഭവം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ സാധാരണ ഞങ്ങൾ പറയും, ഈ ഞങ്ങളെ വടക്കൻ ഭാഗത്ത് മക്കളൊക്കെ പറയും, അമ്മയൊക്കെ മക്കളോട് പറയും, അത് കൊമ്പില്ല കൊമ്പനാണ്, ഈ മുയലാണ് നിൽക്കുന്നത്. ഈ തമ്പാൻ്റെ മടിയിൽ കൊമ്പൻ പോലെ താങ്ങുന്നത്. കൊമ്പൻ എന്ന് പറയുന്നത് കൊമ്പില്ല കൊമ്പനാണ്. കൊമ്പൻ എന്ന് പറയുന്നത് ഈ മുയലിനെ പറയാ, അങ്ങനെ പറയില്ലേ? കൊമ്പൻ അതാണ് കൊമ്പില്ല കൊമ്പൻ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടർത്ഥത്തിൽ എടുക്കാം. അത്രയും ഉയരത്തിലെത്തണം കുഞ്ഞ്, അത്രയും ഉയരത്തിലെത്തണം. അതെ, അതന്നെയാണ് അർത്ഥം. പക്ഷെ ആ കൊമ്പൻ എന്നുള്ള പ്രയോഗം അത് തന്നെയാണ്. കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കണം, അത്രയും മുകളിലെത്തണം, അത്രയും വളരണം. അതുപോലെ കൗരവറിലെ പാട്ടുകൾ സൂപ്പറാണ്. കൗരവറിലെ 3-4 പാട്ടുകൾ ഉണ്ടെന്നാണ് ഓർമ്മ. അതില് ഉണ്ട് മുത്തുമണിത്തൂവൽ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാടതരാം നറുപൂവിതളിൽ മധുരം പകരാം ഒരു പൂങ്കാറ്റായി. ദാസരൻ എങ്ങനെ പാടിയിരിക്കുന്നു. അതേപോലെ കനകനിലാവേ കനകനിലാവേ തുയിലുണരൂ കനക മധുര വസന്തം വരവായി കരയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കുടം തോർന്നുലഞ്ഞു പോയി. പിന്നെ വേറെ ഒരു കണ്ണകിയില് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഉണ്ട്, സരയൂ തീരത്ത് കാണാം. അതെ, പിന്നെ വേറെ ഉണ്ട് മറ്റേ കരിനീല കണ്ണഴകി കണ്ണകി. കണ്ണകി അതുണ്ട്, ഇനിയുണ്ട് പാട്ട്. എന്നുവരും നീ എൻ്റെ പന്തലിൽ വെറുതെ എൻ്റെ നിലാപന്തലിൽ. ഉഗ്രമായിട്ടാണ്, ഭയങ്കര ടാലന്റഡായിരുന്നു. ഈ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയൂ തീരത്ത് കാണാം എന്ന് പറയുന്നത്, അത് ആ കഥ എങ്ങനെയാണ് സാർ? അതിന്റെ കണ്ണകിയുടെ കഥയുടെ ഉള്ളിൽ നിന്ന് അല്ല, ഇനിയും ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം, വേറൊരു അവതാരമായിട്ട് കാണാം. പിന്നെ കൃഷ്ണനെ കാണാം, യമുനാ തീരത്ത് കാണാം. പിന്നെ ഇതൊന്നല്ലാതെ പാർവതി ശിവനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതില്ലേ, അങ്ങനെ ആവാം. പ്രകൃതിയും പുരുഷനും കൂടി ചേർന്നിട്ടുള്ള രൂപമാവാം, അർദ്ധനാരീശ്വരനാവാം. മാക്സിമം അതാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. ആ പ്രണയത്തിൻ്റെ ഏറ്റവും ഈ ജന്മം പോരാ, അടുത്ത ജന്മങ്ങൾ, അതിനപ്പുറത്തെ ജന്മം, പിന്നെ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും പറ്റില്ലെങ്കിൽ അർദ്ധനാരീശ്വരനാവാം. ആ തീമിൽ ഇതുണ്ടല്ലോ, ഒരു ദൈവികമായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടല്ലോ, കൊടുങ്ങല്ലൂരെ ഇതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം.